പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുമ്പോൾ എത്രയേറെ അധ്വാനവും ശ്രദ്ധയും വേണമെന്ന് നമുക്കറിയാം. അതിലേറെയാണ് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത. കഷ്ടപ്പെട്ട് വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കാതെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വെറുതെ വരെ കൊടുത്ത നഷ്ടത്തിന്റെ കഥകൾ പറയാൻ കാണും പല കൃഷിക്കാർക്കും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുവാനും വിൽക്കുവാനും യഥാസമയം സാഹചര്യമൊരുക്കുകയാണ് വിപണി അഥവാ റീറ്റെയിൽ മാർക്കറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഒരു വിപണി ഒരുക്കി കർഷകരെ സഹായിക്കുകയാണ് VFPCK. കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ ഈ സ്ഥലത്ത് കൊണ്ടുവരാനും ഇവിടെ വിൽക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മാക്സിമം വില കൃഷിക്കാർക്ക് ലഭിക്കുന്നുണ്ട്. 350 വരം കർഷകർ പച്ചക്കറികൾ, പഴങ്ങൾ ഇതെല്ലാം ഇവിടെ വിപണനത്തിന് വേണ്ടി ആശ്രയിക്കുന്നൊരു വിപണി കൂടിയാണിത്. ഏറ്റവും നല്ല വില, അതായത് കൊല്ലം ജില്ലയിൽ 24 VFPCK വിപണികളിലുള്ളതിൽ ഏറ്റവും നല്ലൊരു വില കർഷകർക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് ഈ വിപണിക്ക്. വിപണി വന്നുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിനൊക്കെ നല്ല വിലയൊക്കെ കിട്ടുന്നുണ്ട്. കർഷകർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോയി അവരുദ്ദേശിക്കുന്നതിൽ കൂടുതൽ വില കിട്ടും. വിപണിയുടെ പ്രവർത്തനത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലെ കൃഷിയുടെ വികസനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള സ്വാശ്രയ വിപണികൾ ഉള്ളതുകൊണ്ടാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇടപെടൽ മുഖാന്തരം വളരെ ഭംഗിയായിട്ട് നമ്മുടെ വിപണിയുടെ പ്രവർത്തനം അവരുടെ നിർദ്ദേശാനുസരണവും അവരുടെ ഉപദേശം അനുസരിച്ചുമൊക്കെ നടത്തുന്നതിന് കഴിയുന്നുണ്ട്. അത് വളരെ കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമാണ് അവരുടെ സജീവമായ ഒരു ഇടപെടൽ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ MIDH പദ്ധതി ധനസഹായത്തോടെ സ്ഥാപിച്ച ഒരു റീറ്റെയിൽ മാർക്കറ്റ് കർഷകർക്കും കാർഷിക വിപണന ശൃംഖലയ്ക്കും താങ്ങാവുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. കടക്കെണിയിലേക്ക് കൃഷിക്കാരെ വിട്ടുകൊടുക്കാതിരിക്കാൻ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ നൽകിയും കൃഷിക്കാരുടെ സുരക്ഷയ്ക്കായി ഇൻഷുറൻസ് ഏർപ്പെടുത്തിയും VFPCK കർഷകർക്ക് ഒരു കൈത്താങ് ഉറപ്പാക്കി. ചുമടേറ്റി ദൂരസ്ഥലങ്ങളിൽ പോയി നഷ്ടം സഹിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റ് നിരാശയോടെ മടങ്ങേണ്ട അവസ്ഥയ്ക്ക് പകരം ഇന്ന് ഈ നാട്ടിൻപുറത്തെ കർഷകർക്ക് ന്യായവിലയ്ക്ക് തങ്ങളുടെ വിളകളുടെ വിൽപ്പന ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഇവർ.